ഹലോ ഗൈസ്, വൈകിട്ടൊക്കെ ആയപ്പോൾ ഞാനും അച്ഛനും കൂടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. ഈ വരുന്ന മാർച്ച് 30-നാണ് നമ്മുടെ ആറാട്ടുപുഴ പൂരം. അപ്പോൾ എന്തായാലും ഇപ്പോൾ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടാവും. തുടങ്ങല്ല, പകുതിയോളം ആയിട്ടുണ്ടാവും. പൂരത്തിൻ്റെ തലേദിവസമായിട്ടുള്ള തറക്കിൽ പൂരത്തിന് ഇപ്രാവശ്യം ശാസ്താവിൻ്റെ തിടമ്പേറ്റുന്നത് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെയാണ് കേട്ടോ. എല്ലാ വർഷവും മുടങ്ങാണ്ട് ഞങ്ങൾ പോകുന്ന ഒരു പൂരം കൂടിയാണ് കേട്ടോ ആറാട്ടുപുഴ പൂരം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് അമ്പലത്തിലേക്ക്. എന്നാൽ പോലും നമ്മൾ ചെറുപ്പം മുതലേ നടന്നിട്ടാണ് കേട്ടോ പൂരം കാണാനായിട്ട് പോവാറ്. അങ്ങനെ നമ്മൾ ആറാട്ടുപുഴ എത്തിയിട്ടുണ്ട്. രാവിലെയും വൈകിട്ടുള്ള സമയം ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും കാണുന്നത് പാടങ്ങളാണ്. അപ്പോൾ അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രാക്ടർ വെച്ച് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയ സമയത്ത് പന്തലിൻ്റെ പണി ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടുത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. സമയത്തൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ചായക്കടിയും ഈവനിങ് വാക്കിന് വരുന്നവരും ജസ്റ്റ് സംസാരിച്ചിരിക്കാൻ വരുന്നവരൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ വന്നിരിക്കാനായിട്ട് പറ്റിയൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വഴി കൂടെ നേരെ ചെല്ലുന്നത് ആനയുള്ളൊരു വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ മുൻപുണ്ടായിരുന്ന ആനേനെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും, ദേവിനന്ദനായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ആന ദേവികൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആനേനെ കണ്ടിട്ട് വരാം. ഈ ഒരു വഴി നേരെ കാണുന്നത് പുഴയാണ്. അപ്പോൾ ദേവികൃഷ്ണൻ എന്ന് പറയുന്ന ആനയുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഈ ഒരു പുഴയിൽ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ആനേനെ കുളിപ്പിക്കാറൊക്കെ. എന്താ അങ്ങനത്തെ ഒരു റെസ്പോൺസ് ഉള്ള ആനയല്ല. വാഴ എടുത്തിട്ട് അങ്ങോട്ട് പോയില്ലേ, അത് എന്തിനാണെന്നാണ് ആളുടെ സംശയം. എനിക്ക് ചോദിക്കാൻ എൻ്റെ അടുത്ത് എന്തിനാ അവിടെ കയറി അവിടെ പോയി എന്തിനാ പിന്നെ ദേവികൃഷ്ണന്റെ ഒന്നാം പാപ്പാനായിട്ടുള്ള ബിനുചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടനായിട്ട് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദേവിനന്ദൻ എന്ന് പറയുന്ന ആനേനെ അത്രയും കെയർ ചെയ്തിട്ട് നോക്കിയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കേട്ടോ ബിനുചേട്ടൻ. അപ്പൊ ദേവിനന്ദനും ബിനുചേട്ടനും തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത്
അത്രയും വലിയ ബോണ്ട് തന്നെയായിരുന്നു, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഓരോ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ആനേനെയും കെയർ ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ ആറാട്ടുപുഴ ഗ്രാമവും ആനേനൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ രാജാരുടെ അടുത്ത പൂരപ്പന്തൽ. അപ്പോൾ ബാക്കി പൂരവിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.